ഇവിടെ ഒരു SITയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട്. അപ്പം കുറച്ച് പേരെയും കൂടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നേമം, പാറശാല തുടങ്ങിയ ഹോസ്പിറ്റലിലും 2 പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല, ടെസ്റ്റുകൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ടെസ്റ്റുകൾ നടക്കുന്ന മുറയ്ക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, ചികിത്സയും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ വരുന്നത് വരെ നോക്കിയിരിക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്നായിരിക്കും ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചികിത്സ നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഡയഗ്നോസിസിനുള്ള കാര്യങ്ങൾ അതുവഴി ചെയ്യുന്നത്. ടോട്ടൽ ഇപ്പം 11 പേരുടെ കണക്കാണുള്ളത്. 11 പേരുടെ കണക്കാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു കുട്ടിയും കൂടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 12 കാണും. അതെ 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 11 പേര് ഇവിടെ നിന്നുള്ളതാണ്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവരുടെ തന്നെ സ്കൂൾ ഇവിടെ അടുത്തുണ്ടല്ലോ, ആ സ്കൂളിലെ കുട്ടിയാണ് ഒരു കുട്ടി. ഇല്ല ഇനി നടത്താൻ കഴിയില്ല. അതിൻ്റെ അതേ പറ്റത്തുള്ളൂ. അതെ ഇല്ല അതെ ഇപ്പം കൊടുക്കാൻ അല്ല, ചികിത്സ ഒന്ന് തന്നെയാണ്. ചികിത്സ തന്നെയാണ് അതിൽ. കാരണം നമ്മൾ ഡീഹൈഡ്രേഷൻ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം ഈ സ്ഥാപനത്തിലെ കുട്ടികൾ ഒന്നാമത് അവർക്ക് പുറത്ത് പറയാൻ അറിയില്ല. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന പാമ്പേഴ്സ് വെച്ച കുട്ടികളാണ് മിക്കത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ അളവും തോതും ഇവർക്ക് അറിയാനും സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള മാർഗം. ഒരാളിനുണ്ടായ സ്ഥിതിക്ക് ബാക്കി എല്ലാവർക്കും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യതയെന്ന് നമ്മൾ അതെ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇല്ല, കൃത്യമായിട്ടുള്ള കണക്ക് നമ്മൾ കുറച്ച് പേരുടെ ടെസ്റ്റുകൾ കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നാളെയും മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. അതെ അല്ല, അതും കൂടെ ചേർത്താണ്. അതെ അപ്പം അവരെല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ എനിക്ക് അപ്പം അതെല്ലാം കൂടെ ചേർത്താണ്. ഇവിടെ നമ്മൾ പിന്നെ ബോധവൽക്കരണം അവർക്ക് ഓൾറെഡി ആദ്യത്തെ ദിവസം തന്നെ 8-ാം തീയതിയാണ് ആദ്യത്തെ കേസ് മരണം ഉണ്ടായത്. അന്ന് തന്നെ ഇവിടുത്തെ മെഡിക്കൽ ടീം വന്ന് അന്നോട്ട് ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ തന്നെയുണ്ട്. അവരതിനോട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവർ കുടിവെള്ളം ശുദ്ധീകരിച്ച് തന്നെയാണ് നൽകുന്നത്. RO പ്ലാന്റ് ഉണ്ട്, അതിൽ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. സോഴ്സ് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും ഭക്ഷണത്തിൽ നിന്നാവാം അത് വന്നിട്ടുള്ളത്. പുറത്തുനിന്നുള്ള ആഹാരമൊന്നും സാധാരണ ഇവർ കൊടുക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഭക്ഷണത്തിൽ നിന്നായിരിക്കും അത് വന്നിട്ടുള്ളത്. എല്ലാം പാചകം ചെയ്ത ആഹാരം തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളുണ്ട്, അപ്പോൾ അവർ വഴി വന്നതുമാകാം. സ്നാക്സ് വളരെ ഒരു ദിവസം മാത്രമേ സ്നാക്സിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ നിന്നുമാകാം. പിന്നെ പുറത്തത്ത് പോയിട്ട് വരുന്ന സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളാകുമ്പോൾ അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെ വന്നതാകാം.